ഹോർമൂസ് വഴി മാത്രമേ ഖത്തറിൻ്റെ LNG അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ പുറത്തെത്തിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഖത്തർ റിയലി ട്രാപ്ഡ് ആണ്. ഗൾഫ് രാജ്യങ്ങൾ കൂട്ടായി ചിന്തിക്കേണ്ടതുണ്ട്. ഇറാനുമായി ഇപ്പോൾ സംസാരത്തിലാണ്. ഗൾഫ് രാജ്യങ്ങൾ ഒന്നൊന്നായി കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ചർച്ച അലസി പിരിഞ്ഞതിന് ശേഷം ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി നിരന്തരം സംസാരത്തിലാണ്. അതുകൊണ്ട് രണ്ട് കൂട്ടരും കണ്ണിമ ചുമ്മാതെ ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുകയാണ്. ഇവിടെ പെട്ടുപോയിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ബന്ധമുള്ള കപ്പലുകളെ തടയാനുള്ള അമേരിക്കൻ നീക്കത്തിനിടെ കടലിടുക്ക് ഇറാന്റെ സ്വത്തല്ല എന്ന് തുറന്നടിച്ചുകൊണ്ട് UAE രംഗത്തെത്തിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ ഹോർമൂസിനെ മോചിപ്പിക്കാനുള്ള രാജ്യാന്തര ശ്രമങ്ങൾക്കൊപ്പം നിൽക്കുമെന്നാണ് UAEയുടെ നിലപാട്. ചർച്ചകളിൽ സമുദ്രപാതകളെ വിലപേശൽ ഉപകരണമാക്കരുത് എന്ന് ഖത്തർ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അറബ് രാജ്യങ്ങൾ ട്രംപിന്റെ നടപടിക്കെതിരെ ഇനി ശക്തമായി പ്രതികരിച്ചു തുടങ്ങുമോ? ഇതൊരു സൂചനയാണോ? ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട സന്ദേഹം, അമേരിക്ക ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഹോർമൂസ് ബ്ലോക്കേഡിനെ ഗൾഫ് രാജ്യങ്ങൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക? നോക്കൂ, UAE ഒരു ഗൾഫ് രാജ്യം മാത്രമല്ല, ഹോർമൂസ് കടലിടുക്കിലേക്ക് തള്ളി നിൽക്കുന്ന കര അതിൻ്റെ പകുതി UAEയുടെയാണ്. അപ്പോൾ ആ ഒരു UAEയുടെ സ്റ്റേക്സ് വളരെ ഹൈ ആണ്. മറ്റ് രാജ്യങ്ങളെക്കാൾ കൂടുതൽ ഹോർമൂസിൽ സ്റ്റേക്ക് ഉള്ളത് UAEക്കും ഒമാനുമാണ്, ഇറാന് പുറമെ. അപ്പോൾ UAE പറയുന്നു ഹോർമൂസ് വെച്ച് വിലപേശരുത്. ഹോർമൂസ് തുറക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമത്തോടൊപ്പം ചേർന്ന് നിൽക്കും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. കാരണം UAEയുടെ ഒരു കാര്യം നോക്കൂ, അവിടെ എമിറേറ്റ്സുകളിൽ ഏറ്റവും അധികം എണ്ണ ഉള്ളത് അബുദാബിക്കാണ്. ദുബായിയെ സംബന്ധിച്ചിടത്തോളം എണ്ണയല്ല അവരുടെ പ്രധാന വരുമാന മാർഗം. പക്ഷേ ഹോർമൂസിലൂടെ കടന്നു വരുന്ന വിഭവങ്ങൾ, ഉൽപ്പന്നങ്ങൾ അത് വിറ്റഴിക്കാനുള്ള സ്വതന്ത്ര വിപണിയാണ്, ഒരു ഫ്രീ മാർക്കറ്റാണ് ദുബായ്. അതാണ് ലോകത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളുകളുള്ള, ഏറ്റവും അധികം ഈ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്ന സ്ഥലമാണ്. ബാങ്കിങ് ഇൻഡസ്ട്രി ഉൾപ്പെടെ കാര്യങ്ങളാണ് ദുബായിയുടെ ഒരു ഉല്ലാസ നഗരം എന്ന നിലയിൽ ദുബായിക്ക് വളരണമെങ്കിൽ ആ പ്രദേശം ശാന്തമായിരിക്കണം. അതുകൊണ്ട് കപ്പലുകൾ കടന്നു വരാൻ, ആഡംബര നൗകകൾക്ക് കടന്നു വരാൻ കഴിയണം, വിമാനങ്ങൾക്ക് സുഗമമായി പറന്നിറങ്ങാൻ കഴിയണം. അത് ദുബായിയുടെ ആവശ്യമാണ്. അബുദാബിയെ സംബന്ധിച്ചിടത്തോളം അബുദാബിയുടെ എണ്ണയുടെ നല്ല പങ്കും കടന്നു പോകേണ്ടത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് വഴിയാണ്. ആ കുപ്പിക്കഴുത്തിലേക്ക് തള്ളി നിൽക്കുമ്പോഴും അതിൻ്റെ ഇടതുഭാഗത്താണ് അബുദാബിയുടെ പ്രധാന സ്ഥാനം. പക്ഷേ ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഒരു ചോക്ക് പോയിൻ്റായി ഹോർമസ് വരികയാണെങ്കിൽ അബുദാബിയിൽ നിന്നുൾപ്പെടെയുള്ള എണ്ണ ഒമാന് കുറുകെ മറ്റൊരു ഒരു പൈപ്പ് ലൈൻ ഉണ്ട്. അതിലൂടെ വേണമെങ്കിൽ കുറച്ചുകൂടി ശാന്തമായ തീരത്ത്, ഒമാൻ തീരത്തെത്തിക്കാൻ കഴിയും. കാരണം UAEയുടെയൊക്കെ ഭൂമിശാസ്ത്രം നോക്കിക്കഴിഞ്ഞാൽ അത് ടെറിട്ടോറിയൽ കണ്ടിന്യൂറ്റി ഉള്ള രാജ്യമല്ല. കുറച്ച് പ്രദേശങ്ങൾ ഒമാന് ഉള്ളിൽ ട്രാപ്ഡ് ആണ്. ഒമാൻ്റെ ചില പ്രദേശങ്ങൾ UAEക്കുള്ളിൽ ട്രാപ്ഡ് ആണ് എന്നും വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഒമാനുമായി ഒരു ബന്ധമുണ്ട്. അപ്പോൾ കിഴക്കോട്ട് ഓയിൽ പമ്പ് ചെയ്ത് പോയി കുറേയൊക്കെ ഓയിൽ പുറം ലോകത്തെത്തിക്കാൻ UAEക്ക് ഇപ്പോഴും കഴിയും. പക്ഷേ ഖത്തറിൻ്റെ കാര്യം അങ്ങനെ അല്ല എന്ന് ഓർക്കണം. ഖത്തർ സൗദി അറേബ്യയുടെ ലാൻഡ് മാസിൽ നിന്നും പേർഷ്യൻ ഗൾഫിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഉപദ്വീപാണ്. ആ ഒരു ഖത്തറിൻ്റെ ഒരു ഭൂമിശാസ്ത്രം നോക്കുമ്പോൾ അവിടെ എണ്ണയേക്കാൾ കൂടുതൽ പ്രധാനം ഗ്യാസാണ്. പ്രകൃതി വാതകത്തിൻ്റെ വലിയ ശേഖരമാണ്. സൗത്ത് പാസ് എന്നത് ഇറാൻ്റെ ശേഖരമാണ്. അത് തൊട്ട് തെക്ക് ഒമാൻ, ഖത്തറിന് ചേർന്നുള്ള കടലിലെ വലിയ വാതക ശേഖരമുണ്ട്, എണ്ണയുമുണ്ട്. ഇത് പുറത്തെത്തിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, അത് ഹോർമൂസ് വഴി മാത്രമേ ഖത്തറിൻ്റെ LNG അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ പുറത്തെത്തിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഖത്തർ റിയലി ട്രാപ്ഡ് ആണ്. അതേപോലെ തന്നെയാണ് അതിനേക്കാൾ വളരെ ചെറിയ രാജ്യമാണ് ബഹ്റൈൻ. അവിടെ പെട്ടുകിടക്കുന്നത് ഖത്തറിന് തൊട്ട് പടിഞ്ഞാറ് പേർഷ്യൻ കടലിടുക്കിനുള്ളിൽ തന്നെയുള്ള കൊച്ചൊരു രാജ്യമാണ്. അവിടെ നിന്ന് സപ്ലൈസ് പോകണമെങ്കിലും അവിടേക്ക് സപ്ലൈ വരണമെങ്കിലും എണ്ണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കയറ്റുമതി ചെയ്യണമെങ്കിലും ഹോർമൂസിലൂടെ അല്ലാതെ മറ്റ് മാർഗമില്ല. സമാനമായ സാഹചര്യത്തിലാണ് കുവൈറ്റ്. ചെറിയ രാജ്യമാണ്, എണ്ണ സമ്പന്നമാണ്, അതീവ റിച്ചസ്റ്റ് ദ റിച്ച് കൺട്രീസ് എന്ന് പറയാവുന്ന മിഡിൽ ഈസ്റ്റിലെ രാജ്യമാണ് കുവൈറ്റ്. കുവൈറ്റിൽ സദ്ദാം ഹുസൈൻ കടന്നു കയറിയപ്പോൾ എത്രത്തോളം നാശനഷ്ടങ്ങളുണ്ടായെന്ന് നമ്മൾ കണ്ടതാണ്. കുവൈറ്റ് ആകെ എൻസർക്കിൾഡ് ആണ്, ലാൻഡ് ബേസ്ഡ് എൻസർക്കിൾഡ് ബൈ ഇറാഖ് ആൻഡ് ഒരു പരിധിവരെ ഇറാൻ, കുറച്ച് കിഴക്ക്, അതെല്ലാം ട്രാപ്ഡ് ആണ്. അതുപോലെ
എണ്ണ കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായും ഹോർമൂസ് തുറന്നെങ്കിലേ പറ്റൂ. സൗദിക്ക് മറ്റ് ഓപ്ഷൻസ് ഉണ്ട്. സൗദിയുടെയും പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രങ്ങൾ പലതും ഹോർമൂസിലൂടെ കടന്നു പോകുന്ന സ്ഥലത്താണ്. കാരണം സൗദിയുടെ വടക്കൻ അതിരെന്ന് പറയുന്നത് പേർഷ്യൻ ഗൾഫാണല്ലോ, മറ്റ് തെക്ക് പടിഞ്ഞാറൻ മേഖലയാണല്ലോ ചെങ്കടൽ. അപ്പം ചെങ്കടൽ തുറമുഖം ഉള്ളത് കൊണ്ട് സൗദിക്ക് എങ്ങനെയെങ്കിലും നിന്നു പിഴയ്ക്കാൻ കഴിയും. ഇറാഖിൽ നിന്നുൾപ്പെടെ എണ്ണ പോകണമെങ്കിൽ ഹോർമൂസിലൂടെ മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഹോർമൂസ് നാവിഗബിൾ ആക്കണം. സുഗമമായി എണ്ണ ചരക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ കഴിയണം. അതുകൊണ്ടാണ് ഖത്തർ ഒരു നിലപാടെടുത്തത്. ഖത്തർ പറയുന്നു, ഹോർമൂസ് വെച്ച് വില പേശരുത്. അത് ആരോഗ്യപരമല്ല എന്ന് മാത്രമല്ല, ന്യായമല്ല, ധാർമ്മികമല്ല. ഇതേ വാചകം തന്നെയാണ് മറ്റൊരു രൂപത്തിൽ UAEയും പറയുന്നത്. പക്ഷെ അവരെന്ത് ചെയ്യുമെന്ന് കൃത്യമായി പറയുന്നില്ല. ഇറാൻ മറുപടിയായി പറയുന്നത്, ഇതെല്ലാം സംഭവിച്ചത് നിങ്ങൾ അമേരിക്കയ്ക്ക് നിങ്ങളുടെ താവളങ്ങൾ, നിങ്ങളുടെ ഭൂമി താവളങ്ങൾ ഒരുക്കാൻ കൊടുത്തതുകൊണ്ടല്ലേ. അൽ ഉദൈദ് വ്യോമതാവളമുള്ളത് ഖത്തറിലല്ലേ, അതേപോലെ തന്നെ ബഹ്റൈനിലല്ലേ വലിയ നാവിക താവളമുള്ളത്, 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം ബഹ്റൈനിലെ മനാമയ്ക്കടുത്തല്ലേ. ഇതെല്ലാം ചോദിക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്കൊരു മറുപടിയില്ല. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ കൂട്ടായി ചിന്തിക്കേണ്ടതുണ്ട്. ഇറാനുമായി ഇപ്പോൾ സംസാരത്തിലാണ്. ഗൾഫ് രാജ്യങ്ങൾ ഒന്നൊന്നായി കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ചർച്ച അലസി പിരിഞ്ഞതിന് ശേഷം ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി നിരന്തരം സംസാരത്തിലാണ്. പക്ഷെ അത്ര സുഗമമായ സംസാരമാണ് എന്ന് തോന്നാനാവില്ല. ഓൾട്ടർനേറ്റീവ്സിന് വേണ്ടിയുള്ള, പ്രതിവിധിക്ക് വേണ്ടിയുള്ള നീക്കങ്ങളിലാണ് ഗൾഫ് രാജ്യങ്ങൾ. ഇപ്പോൾ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ ഫലത്തിൽ അത് ഗൾഫ് രാജ്യങ്ങൾക്ക് പോലും സഖ്യകക്ഷികളെന്ന് പറയാവുന്ന അമേരിക്കൻ സ്വാധീന മേഖലയായ അമേരിക്കൻ താവളങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങൾക്കുൾപ്പെടെ ഈ ഉപരോധം ബാധകമാകും. അല്ലാതെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഉൽപ്പന്നങ്ങളുമായി കപ്പലുകൾക്ക് സുഗമമായി പാത ഒരുക്കാൻ അമേരിക്കയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒരൊറ്റ കപ്പൽ ഇപ്പോൾ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഉപരോധം തുടങ്ങിയതിന് ശേഷം അകത്തേക്ക് പോയിട്ടില്ല. ഒരു കപ്പലും പുറത്തേക്ക് വന്നതായും റിപ്പോർട്ടുകളില്ല. അതിനർത്ഥം ഫലത്തിൽ വെളുക്കാൻ തെച്ചത് പാണ്ടായ മട്ടാണ്. ഇറാൻ കപ്പലുകൾക്ക് നേരെ മാത്രം ഒരു ഉപരോധം നടക്കില്ല എന്ന് അമേരിക്ക മനസ്സിലായി. ഒരുപക്ഷെ ഇങ്ങനെ സംഭവിക്കാം. അമേരിക്ക ബലം പ്രയോഗിച്ചുകൊണ്ട് ഗൾഫ് പ്രദേശത്തേക്ക് വരുന്ന കപ്പലുകളും ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണയുമായി, GCC മേഖലയിലെ രാജ്യങ്ങളുടെ എണ്ണയുമായി പുറംകടലേക്ക് പോകുന്ന കപ്പലുകൾക്ക് ഒരുപക്ഷെ അകമ്പടി പോകാൻ അമേരിക്കൻ കപ്പലുകൾ ഒരു ശ്രമം നടത്തിയേക്കാം. ആ കപ്പലുകൾ യുദ്ധസമാനമായ സാഹചര്യമായി കണ്ടുകൊണ്ട് ഇറാൻ ആക്രമിക്കുമോ? അതാണ് ഒരു ചോദ്യം. മറുവശത്ത് മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ഇറാനിലേക്കുള്ള ഇറാനിൽ നിന്നുള്ള എണ്ണ വരവ് പൂർണ്ണമായി നിലയ്ക്കുമ്പോൾ ചൈന രണ്ടും കൽപ്പിച്ച് തങ്ങൾ യുദ്ധത്തിനില്ല, തങ്ങൾ പോരാട്ടത്തിനില്ല, പക്ഷേ തങ്ങൾക്ക് എണ്ണ വേണം, തങ്ങൾ ഹോർമൂസിലേക്ക് ഇറാൻ കടത്തിവിടാൻ തയ്യാറാവുകയാണെങ്കിൽ തങ്ങൾ ഹോർമൂസിലൂടെ കടന്നു വരും. ഇറാനിയൻ കപ്പലുകളുടെ അകമ്പടിയോടെ ഹോർമൂസിലേക്ക് കടന്നു വരും. അവിടെ നിന്നും പേർഷ്യൻ ഗൾഫിൽ പോകും. ഇറാൻ തുറമുഖങ്ങളിൽ നിന്നും വേണ്ടി വന്നാൽ കാർഗ് ദ്വീപിൽ നിന്നും ഉൾപ്പെടെ എണ്ണ ഞങ്ങൾ കയറ്റും എന്ന് പറഞ്ഞാൽ, അങ്ങനെ വന്നാൽ ചൈനീസ് കപ്പലുകളെ ആക്രമിക്കാൻ അമേരിക്ക തയ്യാറാവുമോ? ഇപ്പം ബ്ലോക്കേഡ് എന്ന് പറഞ്ഞാൽ അത് നിലവിൽ വരണമെങ്കിൽ സമ്മർദ്ദം പ്രയോഗിക്കണം, യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ ആക്രമിക്കണം. അല്ലെങ്കിൽ സുഗമമായി കപ്പലുകൾ നോക്കി നിൽക്കെ സുഗമമായി വളരെ സമാധാനപരമായി അമേരിക്കൻ കപ്പലുകളെ മറിച്ച് കടന്നുകൊണ്ട് മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾ പ്രവേശിച്ചാൽ എന്ത് ചെയ്യാനാവും എന്ന ഒരു ചോദ്യം കൂടിയുണ്ട്. അതുകൊണ്ട് രണ്ട് കൂട്ടരും കണ്ണിമ ചുമ്മാതെ ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുകയാണ്. ഇവിടെ പെട്ടുപോയിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങൾ പുറമേ ഇത് തുറക്കാൻ സംയുക്തമായ സംരംഭം വേണമെന്ന് പറയുമ്പോഴും അതെങ്ങനെ സാധിക്കും എന്ന സൂചന ഇല്ലാത്തതുകൊണ്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ചെറിയ രീതിയിലുള്ള വിട്ടുവീഴ്ചകൾ, ഉപരോധം ഒരു പരിഹാരമല്ല എന്ന് അമേരിക്കയോട് സ്നേഹപൂർവ്വം ഗൾഫ് രാജ്യങ്ങൾ പറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഹോർമൂസ് വെച്ച് വിലപേശാൻ ഇറാനാകട്ടെ അമേരിക്കയ്ക്കാകട്ടെ കഴിയാതെ ഇരിക്കട്ടെ എന്നാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് ഉള്ളാലെയുള്ള പ്രാർത്ഥന.